നമസ്കാരം. ലോക ക്രിക്കറ്റിലെ അധികായന്മാരായ വെസ്റ്റ് ഇൻഡീസിനെ കീഴടക്കി 1983 ഏകദിന ലോകകപ്പ് ഇന്ത്യക്ക് സമ്മാനിച്ച ഇതിഹാസ താരം കപിൽ ദേവിനെ കൊലപ്പെടുത്താനായി ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പിസ്റ്റളുമായി പോയ സംഭവം വെളിപ്പെടുത്തി ഇന്ത്യൻ താരം യുവരാജ് സിംഗിന്റെ പിതാവും മുൻ ഇന്ത്യൻ താരവുമായ യോഗരാജ് സിംഗ്. അന്ന് ഇന്ത്യൻ ടീമിന്റെ നായകനായിരുന്ന കപിൽ തന്നെ ടീമിൽ നിന്ന് പുറത്താക്കിയതിന്റെ വൈരാഗ്യത്തിലാണ് പിസ്റ്റളുമായി വീട്ടിലേക്ക് ചെന്നതെന്നും തന്റെ ദേഷ്യം തീരുന്നതുവരെ കപിലിനെ ശകാരിച്ച ശേഷം മടങ്ങിയെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇന്ത്യക്കായി 6 ടെസ്റ്റും 6 ഏകദിനങ്ങളും കളിച്ചിട്ടുള്ള താരമാണ് യോഗരാജ്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് യോഗരാജ് പഴയ സംഭവം വെളിപ്പെടുത്തിയത്. 1980 ഡിസംബർ 21 ബ്രിസ്ബെയിനിൽ നടന്ന ഓസ്ട്രേലിയക്കെതിരായ ഏകദിന മത്സരത്തിലാണ് യോഗരാജ് ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചത്. സുനിൽ ഗവാസ്കറിന്റെ നേതൃത്വത്തിലുള്ള ടീമിലായിരുന്നു അരങ്ങേറ്റം. 3 മാസത്തിൽ താഴെ മാത്രം നീണ്ട അന്താരാഷ്ട്ര കരിയറിൽ ഇന്ത്യക്കായി ആകെ 1 ടെസ്റ്റും 6 ഏകദിനങ്ങളും മാത്രമാണ് യോഗരാജിന് കളിക്കാനായത്. കപിൽ ദേവ് നായകനായിരിക്കെ തന്നെ ടീമിൽ നിന്നും തഴഞ്ഞതിന്റെ പകയിലാണ് കൊലപ്പെടുത്താനായി പിസ്റ്റളുമായി സെക്ടർ 9 വീട്ടിലെത്തിയതെന്നും യോഗരാജ് സിംഗ് പറയുന്നു. ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനു ശേഷം വിവിധ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള യോഗരാജ് ഇത്രയും വർഷമായി കപിൽ ദേവുമായി നേരിട്ട് സംസാരിച്ചിട്ടില്ലെന്നും പറയുന്നു. കപിൽ ദേവ് ഇന്ത്യയുടെയും നോർത്ത് സോണിന്റെയും ഹരിയാനയുടെയും ക്യാപ്റ്റനായിരുന്ന സമയത്ത് ഒരു കാരണവും കൂടാതെ എന്നെ തഴഞ്ഞു. ഇതേക്കുറിച്ച് കപിലിനോട് നേരിട്ട് ചോദിക്കണമെന്ന് എൻ്റെ ഭാര്യയ്ക്ക് നിർബന്ധം. ആ നീചനെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ഞാൻ അവളോട് പറഞ്ഞു എന്ന് യോഗരാജ് വിശദീകരിച്ചു. അന്ന് ഞാൻ പിസ്റ്റളും എടുത്ത് ഭാര്യയും കൂട്ടി സെക്ടർ 9 കപിലിൻ്റെ വീട്ടിൽ ചെന്നു. അമ്മയോടൊപ്പമാണ് കപിൽ വീടിന് പുറത്തേക്ക് വന്നത്. ഞാൻ എൻ്റെ വായിൽ വന്ന ചീത്തയെല്ലാം കപിലിനെ വിളിച്ചു. താങ്കൾ കാരണം എനിക്ക് നല്ലൊരു സുഹൃത്തിനെ നഷ്ടമായെന്ന് ഞാൻ കപിലിനോട് പറഞ്ഞു. ഈ ചെയ്തതിനെല്ലാം വില കൊടുക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പിസ്റ്റളിലെ തിരകൾ താങ്കളുടെ തല തുളയ്ക്കുന്നത് എനിക്ക് കാണണമെന്നുണ്ട്. പക്ഷേ ഈ പാവപ്പെട്ട അമ്മയെ ഓർത്ത് ഞാൻ അത് ചെയ്യുന്നില്ല. അതും പറഞ്ഞ് ഷപ്നത്തെയും കൂട്ടി ഞാൻ മടങ്ങി. അന്നാണ് ഇനി ക്രിക്കറ്റ് കളിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചത്. ഇനി യുവി കളിക്കട്ടെ എന്ന് തീരുമാനിച്ചുവെന്നും യോഗരാജ് സിംഗ് പറഞ്ഞു. മുൻ ഇന്ത്യൻ താരം ബിഷൻ സിംഗ് ബേദിയാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്നും യോഗരാജ് സിംഗ് ആരോപിച്ചു. ബിഷൻ സിംഗ് ബേദി ഉൾപ്പെടെയുള്ളവരാണ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത്. അദ്ദേഹം മരിച്ചു. ടീമിൽ നിന്ന് പുറത്തായ സമയത്ത് ഞാൻ സെലക്ടറായ രവീന്ദ്ര ചദ്ദയുമായി സംസാരിച്ചിരുന്നു. ചീഫ് സെലക്ടറായിരുന്ന ബിഷൻ സിംഗ് ബേദിയാണ് എന്നെ ടീമിലെടുക്കാതിരിക്കാൻ വാദിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ മുംബൈയിൽ കളിക്കുന്നതിനാൽ സുനിൽ ഗവാസ്കറിന്റെ ആളായിരിക്കുമെന്ന് കരുതിയാണ് തഴഞ്ഞതെന്നും പറഞ്ഞു യോഗരാജ് സിംഗ് വെളിപ്പെടുത്തി. ടീമിന് പുറത്തായ ശേഷം കപിൽ ദേവുമായി ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നും യോഗരാജ് സിംഗ് പറയുന്നു. 2011 ഇന്ത്യ ലോകകപ്പ് ജയിച്ചപ്പോൾ കപിൽ ദേവ് കരഞ്ഞു. എൻ്റെ മകൻ താങ്കളെക്കാൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് ചൂണ്ടിക്കാട്ടി ഞാൻ കപിലിന് സന്ദേശം അയച്ചു. അതോടെ കപിൽ എന്നോട് ക്ഷമാപണം നടത്തി. അടുത്ത ജന്മത്തിൽ നമുക്ക് സഹോദരന്മാരായി ജനിക്കാമെന്ന് കപിൽ വാട്സാപ്പിൽ മറുപടി നൽകി. ഒരേ അമ്മയ്ക്ക് പിറക്കുന്ന സഹോദരന്മാരായിരിക്കാമെന്നും അദ്ദേഹം കുറിച്ചിരുന്നു. എന്നെ നേരിട്ട് കാണണമെന്ന ആഗ്രഹവും അദ്ദേഹം പങ്കുവച്ചു. പക്ഷേ എനിക്കിപ്പോഴും കടുത്ത നിരാശയാണ് തോന്നുന്നതെന്നും യോഗരാജ് സിംഗ് പറഞ്ഞു.